വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലെ 8ാം ക്ലാസ്സിലെ എ ഷിപ്രഗ്ഡ് സെയിലർ എന്ന ലെസനാണ്. ഇത് ഇംഗ്ലീഷ് ടെക്സ്റ്റിൻ്റെ 49ാമത്തെ പേജ് മുതലാണ് തുടങ്ങുന്നത്. 12ാമത്തെ പാരഗ്രാഫാണ്. ഈ ലെസൻ്റെ 3ാമത്തെ പാർട്ടാണിത്. അതുകൊണ്ട് ആദ്യത്തെ 1ഉം 2ഉം പാർട്ട് കേട്ടിട്ട് വേണം ഈ പാട്ട് നിങ്ങൾ പഠിക്കാനായിട്ട്. കേട്ടോ, നമുക്ക് പാഠത്തിലേക്ക് പോകാം. ദർ വാസ് നോ റീസൺ ദേ ഷുഡ് നോട്ട് ഹാവ് റീച്ച്ഡ്. അവിടെ ചെല്ലാതിരിക്കാൻ യാതൊരു കാരണവുമില്ല. ദർ വാസ് നോ റീസൺ ദേ ഷുഡ് നോട്ട് ഹാവ് റീച്ച്ഡ് പറയുന്നത് റാഫ്റ്റിൽ ചെല്ലുന്ന കാര്യമാണ്. ആ റാഫ്റ്റിൽ ചെല്ലാതിരിക്കാൻ യാതൊരു കാരണവുമില്ലെന്നാണ് പറയുന്നത്. ദ റാഫ്റ്റ് വെയർ നോട്ട് പ്രൊവിഷൻഡ്. റാഫ്റ്റിൽ ആവശ്യത്തിനുള്ള ഭക്ഷണ പദാർത്ഥങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ദേ വർ നോട്ട് പ്രൊവിഷൻഡ്. ഇൻ ഫാക്ട്, സത്യത്തിൽ അവയിൽ ആഹാര പദാർത്ഥങ്ങളോ മറ്റു വസ്തുക്കളോ ഒന്നും ഈ ചങ്ങാടത്തിലില്ല. നൺ ഓഫ് ദി ലൈഫ് റാഫ്റ്റ് ഓഫ് ദ സ്മോൾ ഷിപ്പ് വാസ് ഔട്ട്ഫിറ്റഡ്. ഇതിലെ ഒരു ലൈഫ് റാഫ്റ്റും ഔട്ട്ഫിറ്റഡ് അല്ല ഉപയോഗയോഗ്യം അല്ലാത്തതൊന്നും അല്ല, എല്ലാം ഉപയോഗയോഗ്യം തന്നെയാണ്. ബട്ട് ദെയർ വെയർ 6 ഓഫ് ദം അപ്പാർട്ട് ഫ്രം ദ റോബോട്ട്സിൻ്റെ ചെറിയ വള്ളങ്ങളാണ് തുഴഞ്ഞു പോകുന്നത്. അതുകൂടാതെ കാരണമുണ്ട്. അതാ 6 ഓഫ് ദം അപ്പാർട്ട് ഫ്രം ദ റോബോട്ട്സ്. അത് മാത്രമല്ല, ആൻഡ് ദ വെയിലേഴ്സ് ആർ ഓൾസോ ദ. വെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ തിമിംഗല വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന ചെറിയ വള്ളങ്ങളാണ്. ഇറ്റ് വാസ് റീസണബിൾ ടു ബിലീവ് ദാറ്റ് സം ഓഫ് മൈ മെയ്റ്റ്സ് ഹാഡ് റീച്ച് ദ അതർ ലൈഫ് ബോട്ട്സ്. മറ്റ് ലൈഫ് റാഫ്റ്റിൽ ഈ പറയുന്ന തരത്തിലുള്ള എൻ്റെ സഹയാത്രികൾ ചെന്ന് കയറി എന്ന് വിചാരിക്കുന്നത് റീസണബിളാണ്. അല്ലെങ്കിൽ മറ്റ് റാഫ്റ്റിലൊക്കെ തന്നെ മറ്റുള്ളവർ ചെന്ന് കയറിയിരിക്കാം, ആരെങ്കിലുമൊക്കെ ചെന്ന് കയറിയിരിക്കാം. ആസ് ഐ ഹാഡ് റീച്ച്ഡ് മൈൻ, ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഈ ബോട്ടിൽ വന്ന് കയറിയതുപോലെ. ആൻഡ് പെർഹാപ്സ് ദ ഡിസ്ട്രോയർ വാസ് സെർച്ചിങ് ഫോർ അസ്. ഒരുപക്ഷെ ഡിസ്ട്രോയർ എന്ന് പറയുന്നത് ഞങ്ങളുടെ കപ്പൽ ഞങ്ങളെ തിരക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ വെരി സൂൺ ഐ വാസ് അവെയർ ഓഫ് ദ സൺ. വളരെ പെട്ടെന്ന് എനിക്ക് സൂര്യനെ പറ്റി ബോധം വന്നു. കാരണം നല്ല ചൂടാണ്. എ മിഡ് ഡേ സൺ, ഒരു മധ്യാഹ്ന സൂര്യൻ. ഹോട്ട് ആൻഡ് മെറ്റാലിക്, ചൂട് പിടിച്ച മെറ്റൽ പോലെ തിളങ്ങുന്ന, ലോഹം പോലെ തിളങ്ങുന്ന വെയിൽ. ഇപ്പോൾ ലോഹം പോലെ തിളങ്ങുന്ന വെയിലാണ്. സ്റ്റുപ്പിഫൈഡ്, ഞാനാണെങ്കിൽ ഒരു കിളിപോയ അവസ്ഥയിലാണ്. നോട്ട് ഫുള്ളി റിക്കവേർഡ്, പൂർണ്ണമായിട്ട് ഞാൻ ബോധമണ്ഡലത്തിലേക്ക് വന്നിട്ടില്ല. ഐ ലുക്ക്ഡ് അറ്റ് മൈ വാച്ച്, ഞാൻ എൻ്റെ വാച്ചിലോട്ട് നോക്കി. ഇറ്റ് വാസ് നൂൺ ഓൺ ദ ഡോട്ട്. ഇപ്പോൾ ഉച്ചയായിരിക്കുന്നു. ലാസ്റ്റ് ടൈം രഞ്ജിഫോ ഹാഡ് ആസ്ക്ഡ് മീ ദ ടൈം. അവസാനമായിട്ട് രഞ്ജിഫോ എന്നോട് സമയമൊക്കെ ചോദിച്ചായിരുന്നു. ഓൺ ദ സ്മോൾ ഷിപ്പ്, ആ ഷിപ്പേ വെച്ചിട്ട്, ചെറിയ കപ്പലെ വെച്ച്. ഇറ്റ് വാസ് 11:30. അന്നേരം 11:30 ഐ ഹാഡ് ചെക്ക് ദ ടൈം അഗെയിൻ. ഞാൻ വീട്ടിൽ സമയം നോക്കി. ആൻഡ് ദ ഡിസാസ്റ്റർ ഹാഡ് നോട്ട് ഒക്കേർഡ്. അന്നേരം ആ സമയത്ത് ആ അപകടമൊന്നും ഉണ്ടായിരുന്നില്ല. വെൻ ഐ ലുക്ക്ഡ് അറ്റ് മൈ വാച്ച് ഓൺ ദ ലൈഫ് റാഫ്റ്റ് വെച്ച് സമയം നോക്കുമ്പോഴേ ഇറ്റ് വാസ് എക്സാക്ട്ലി നൂൺ. ഇപ്പോൾ ഇത് 12 മണിയായി. എക്സാക്ട്ലി നൂണാണ്. ഇറ്റ് ഹാഡ് ടേക്കൺ ഓൺലി 10 minutes ഫോർ എവറിങ് ടു ഹാപ്പൻ. അപകടം ഉണ്ടായപ്പോൾ 10 മിനിറ്റ് എടുത്തില്ല. അത്രയും നേരം കൊണ്ട് കാര്യങ്ങളെല്ലാം നടന്നു, അപകടങ്ങളെല്ലാം ഉണ്ടായി. ഫോർ മീ ടു റീച്ച് ദ ലൈഫ് റാഫ്റ്റ് ആൻഡ് ട്രൈ ടു റെസ്ക്യൂ മൈ ഷിപ്പ്മേറ്റ്സ്. ഞാൻ കപ്പലിൽ നിന്ന് വീണു, ലൈഫ് റാഫ്റ്റേ കയറി മറ്റെൻ്റെ ഷിപ്പ്മേറ്റ്സിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. എല്ലാം കൂടി അധികം നേരമായിട്ടില്ല. ആൻഡ് സ്റ്റാൻഡ് മോഷൻലെസ് ഇൻ ദ റാഫ്റ്റ്. ഇപ്പം ഞാൻ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന അവസ്ഥയാണ്. സെർച്ചിങ് ദി MTC, ആ MTCയിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ലിസണിങ് ദ ഷാർപ്പ് ഹൗൾ ഓഫ് ദി വിൻഡ്. കാറ്റിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഹൗളുണ്ട്, ചൂളംവിളി. അതിങ്ങനെ കേൾക്കാം, അതിങ്ങനെ ശ്രദ്ധിച്ചാൽ നിൽക്കുക. ഐ തോട്ട് ഇറ്റ് വുഡ് ടേക്ക് ദം അറ്റ്ലീസ്റ്റ് 2 or 3 hours ടു റെസ്ക്യൂ മീ. ഞാൻ വിചാരിച്ചു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് ഇവിടുന്ന് റെസ്ക്യൂ രക്ഷപ്പെട്ടു പോകാമെന്ന്. 2 or 3 hours ഐ കാൽക്കുലേറ്റ്. 2-3 മണിക്കൂർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു, ഞാൻ കണക്ക് കൂട്ടി. ഇറ്റ് സീംഡ് എക്സ്ട്രാ ഓർഡിനറിലി ലോങ് ടൈം ടു ബി അലോൺ അറ്റ് സീ. കടലിൽ ഒറ്റയ്ക്ക് 2-3 മണിക്കൂർ നിൽക്കാമെന്ന് പറഞ്ഞാൽ അസാധാരണമായൊരു ദീർഘമായ സമയമാണ്. ബട്ട് ഐ ട്രൈ ടു റിസൈൻ മൈസെൽഫ് ടു ഇറ്റ്. പക്ഷേ ഞാൻ അതിനോട് പൊരുത്തപ്പെടാൻ തീരുമാനിച്ചു. ഐ ഹാഡ് നോ ഫുഡ് ഓർ വാട്ടർ. എനിക്ക് ഫുഡും ഇല്ല, എനിക്കൊട്ട് വെള്ളവും ഇല്ല. ആൻഡ് ബൈ 3 in the ആഫ്റ്റർനൂൺ, ഉച്ച കഴിഞ്ഞ് 3 മണിയായപ്പം ഐ വുഡ് ഷുവർലി ഹാവ്
ആൻഡ് ബൈ 3 in the afternoon, ഉച്ചകഴിഞ്ഞ് 3 മണിയൊക്കെ ആകുമ്പോഴേ ഐ വുഡ് ഷുവർലി ഹാവ് എ സിയറിങ് തേഴ്സ്റ്റ്. എനിക്ക് ഭയങ്കരമായിട്ടുള്ള അത്യുഗ്രമായ ദാഹം ഉണ്ടാവും. ദ സൺ ബേൺഡ് മൈ ഹെഡ്. സൂര്യൻ എൻ്റെ തലയെ പൊള്ളിച്ചു. ദ സൺ ബേൺഡ് മൈ ഹെഡ് ആൻഡ് മൈ സ്കിൻ. എൻ്റെ തൊലിയും അതുപോലെ ചൂട് പിടിച്ച് പൊള്ളുകയാണ്. വിച്ച് വാസ് ഡ്രൈ ആൻഡ് ഹാർഡൻ ബൈ സോൾട്ട്. ഉപ്പുവെള്ളത്തിലായതുകൊണ്ട് എൻ്റെ തൊലിയൊക്കെ വളരെ ഡ്രൈ ആയി. സിൻസ് ഐ ഹാഡ് ലോസ്റ്റ് മൈ ക്യാപ്പ്, എൻ്റെ തൊപ്പി നഷ്ടപ്പെട്ടിരുന്നുകൊണ്ട് ഐ സ്പ്ലാഷ്ഡ് വാട്ടർ ഓൺ മൈ ഹെഡ്. ചൂട് കുറയ്ക്കാനായിട്ട് തലയിലേക്ക് ഉപ്പുവെള്ളം കോരി ഒഴിച്ചു. ആൻഡ് ജസ്റ്റ് സാറ്റ് ഓൺ ദ സൈഡ് ഓഫ് ദ റാഫ്റ്റ്. ഞാൻ വള്ളത്തിൻ്റെ സൈഡിലിരുന്നു, വെയിറ്റിംഗ് ടു ബി റെസ്ക്യൂഡ്. ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നതിനും വരെ അങ്ങനെ ഇരിക്കാമെന്ന് വെച്ചു. അവിടെ ഇങ്ങനെ കാത്തിരുന്നു. ഇറ്റ് വാസ് ഒൺലി ദെൻ ദാറ്റ് ഐ ഫെൽ ദ പെയിൻ ഇൻ മൈ റൈറ്റ് നീ. അപ്പോഴാണ് എൻ്റെ വലത്തെ കാൽമുട്ടിന് ഒരു വേദന തോന്നിയത്. ദ തിക്ക് ബ്ലൂ ഡ്രിൽ ഫാബ്രിക് ഓഫ് മൈ ട്രൗസർ ലെഗ് വാസ് വെറ്റ്. കട്ടിയുള്ള എൻ്റെ ട്രൗസർ ലെഗ് നനഞ്ഞായിരിക്കുന്നത്. സോ ഐ ഹാഡ് എ ഹാർഡ് ടൈം റോളിങ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചുരുട്ടിക്കയറ്റി മുകളിലോട്ട് വെച്ചു. ബട്ട് വെൻ ഐ ഡിഡ് ഐ വാസ് സ്റ്റാർട്ടിൽഡ്. അത് ചുരുട്ടിക്കയറ്റിയപ്പോൾ ഞാൻ പകച്ചുപോയി. ഐ സോ എ ഡീപ്പ് ഹാഫ് മൂൺ ഷേപ്ഡ് വൂണ്ട് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് മൈ നീ. എൻ്റെ മുട്ടിൻ്റെ താഴ്വശത്തായിട്ട് ഹാഫ് മൂൺ ഷേപ്ഡ് ആയിരിക്കുന്ന ചന്ദ്രക്കല പോലൊരു മുറിവ് കണ്ടു. ഐ ഡിഡ് നോട്ട് നോ ഇഫ് ഐ ഹാഡ് ഗാഷ്ഡ് ഇറ്റ് ഓൺ ദ സൈഡ് ഓഫ് ദ ഷിപ്പ്. കപ്പലിൻ്റെ സൈഡിൽ എങ്ങനെ ഉണ്ടായതായിരിക്കാം. ഐ ഡിഡ് നോട്ട് നോ, എനിക്കറിയില്ല. ഓർ ഇഫ് ഐ ഹാഡ് ഹാപ്പൻഡ് ഓർ ഇഫ് ഇറ്റ് ഹാഡ് ഹാപ്പൻഡ് വെൻ ഐ ഹിറ്റ് ദ വാട്ടർ. അല്ല വെള്ളത്തിൽ വീണപ്പോഴായിരിക്കാം. ഫോർ ഐ ഡിഡ് നോട്ട് നോട്ടീസ് ഇറ്റ് അണ്ടിൽ ഐ വാസ് സെർച്ച് ദ ലൈഫ് റാഫ്റ്റ്. ലൈഫ് റാഫ്റ്റ് തപ്പി തിരക്കുന്ന നമ്പർ എനിക്കത് കാണാൻ കഴിഞ്ഞില്ല. ഫോർ ഐ ഡിഡ് നോട്ട് നോട്ടീസ് ഇറ്റ്. ഞാൻ നോട്ടീസ് ചെയ്തില്ല. അണ്ടിൽ ഐ വാസ് സീറ്റഡ് ഇൻ ദ ലൈഫ് റാഫ്റ്റ്. ലൈഫ് റാഫ്റ്റ് അല്ലെങ്കിൽ ഈ സുഖമായി ഇരിക്കുന്ന വരെ എനിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു. ദോ ദ വൂണ്ട് ബേൺഡ് ലിറ്റിൽ. അതല്പം കരിഞ്ഞിട്ടുണ്ട്, മുറിവ് അല്പം കരിഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഹാഡ് സ്റ്റോപ്ഡ് ബ്ലീഡിങ്. അതിപ്പോൾ അതിൽ നിന്ന് ചോര വരുന്നില്ല. ആൻഡ് വാസ് കംപ്ലീറ്റ്ലി ഡ്രൈ. അത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആണ്, ഉണങ്ങിയിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ദ സോൾട്ട് വാട്ടർ. ഐ ഇമാജിൻ, ഞാൻ മനസ്സിലാക്കി അത് ഉപ്പുവെള്ളം കൊണ്ട് അങ്ങനെ ഉണങ്ങിയതായിരിക്കാം. അൺസർട്ടൺ ആസ് ടു വാട്ട് ടു ഡു. എന്ത് ചെയ്യണമെന്ന് ഇനി അറിയില്ല. ഐ ഡിസൈഡഡ് ടു മേക്ക് ആൻ ഇൻവെൻട്രി ഓഫ് മൈ ബിലോങ്ങിങ്സ്. അതുകൊണ്ട് ഉള്ള സമയത്ത് കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയേക്കാമെന്ന് വെച്ചു. I wanted to figure out what I could count on in my solitude at the sea. I wanted to figure out what I could count on in my solitude at the sea. കടലിൽ ഈ ഒറ്റപ്പെടലിൽ ഈ ഏകാന്തതയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. I wanted to figure out what could count on. എന്തെല്ലാം കാര്യങ്ങൾ ഇനി നോക്കാമെന്ന് വിചാരിച്ചു. സമയം വളരെ കടന്നു പോകുന്നില്ലല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ കുഡ് റിലൈ ഓൺ മൈ വാച്ച്. ആദ്യം ഞാൻ എൻ്റെ വാച്ച് നോക്കി. വിച്ച് കെപ്റ്റ് പെർഫെക്റ്റ് ടൈം. അത് കൃത്യസമയമാണ് കാണിക്കുന്നത്. ആൻഡ് വിച്ച് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഗ്ലാൻസിങ് അറ്റ് എവറി 2 or 3 minutes. എനിക്കത് 2-3 മിനിറ്റ് ആകുമ്പോൾ നോക്കാതിരിക്കാനായില്ല. ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇൻ അഡീഷൻ ഐ ഹാഡ് മൈ ഗോൾഡ് റിങ്സ്. പിന്നെ ഉള്ളത് എൻ്റെ കയ്യിലൊരു ഗോൾഡ് റിങ് ഉണ്ട്. വിച്ച് ഐ ഹാഡ് ബ്രോട്ട് ഇൻ കാർട്ടാജീന മേടിച്ചതാണ് ദ ഇയർ ബിഫോർ, കഴിഞ്ഞ വർഷം. ആൻഡ് എ ചെയിൻ വിത്ത് എ മെഡൽ ഓഫ് വിർജിൻ ഓഫ് കാർമൻ ഓൺ ഇറ്റ്. എൻ്റെ ഒരു ചെയിനുണ്ട്, ഒരു മാല വിത്ത് എ ചെയിനുണ്ട് വിത്ത് എ മെഡൽ ഓഫ് വിർജിൻ ഓഫ് കാർമൻ ഓൺ ഇറ്റ്. അതിലെ കടൽ ദേവതയുടെ പടം ഉണ്ട്. ആ മെഡലിൽ വിർജിൻ ഓഫ് കാർമൻ്റെ പടം ഉണ്ടാവത്തില്ല. ഓൾസോ പർച്ചേസ്ഡ് ഇൻ കാർട്ടജീന. അതും കാർട്ടജീനിൽ നിന്ന് മേടിച്ചതാണ്. ആ സമുദ്രദേവതയുടെ പടം ഉള്ള മെഡലും ഉണ്ട്. അത് കാർട്ടാജനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഫ്രം അനദർ സെയിലറിൻ 35 pesos. അത് 35 പെസോയ്ക്ക് വേറൊരു സെയിലറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്, വേറൊരു നാവികൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇൻ മൈ പോക്കറ്റ്സ് ഐ ഹാഡ് നത്തിങ്. എൻ്റെ പോക്കറ്റിൽ ഒന്നുമില്ല. ബട്ട് ദ കീസ് ടു മൈ ലോക്കർ ഓൺ ദ സ്മോൾ ഷിപ്പ്. ചെറിയ കപ്പലിലുള്ള ലോക്കറിൽ തുറക്കാനുള്ള കീയാണ്, അതെൻ്റെ പോക്കറ്റിലുണ്ട്, വേറൊന്നുമില്ല. ആൻഡ് 3 business cards ഐ ഹാഡ് ബീൻ ഗിവൺ അറ്റ് ദ സ്റ്റോർ ഇൻ മൊബൈൽ വൺ ഡേ ഇൻ ജാനുവരിയിൽ ഒരിക്കൽ ഒരു മൊബൈൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കിട്ടിയിരിക്കുന്ന ബിസിനസ് കാർഡുണ്ട്. വൻ ഐ ഹാഡ് ഗോൺ ഔട്ട് ഫോർ ഷോപ്പിംഗ്. ഞാനത് ഷോപ്പിങ്ങിന് വേണ്ടി പോയപ്പോഴാണ് അത് കിട്ടിയത്. സിൻസ് ഐ ഹാഡ് നത്തിങ് ടു ഡു. എനിക്ക് വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഐ റെഡ് ദ കാർഡ്സ്. ഞാൻ ഓവർ ആൻഡ് ഓവർ വീണ്ടും ഈ കാർഡ് അങ്ങ് വായിക്കും. ടു ഡിസ്ട്രാക്ട് മൈ സെൽഫ്. അത് എന്തിനാ? എൻ്റെ ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ്. അണ്ടിൽ ഐ വാസ് റെസ്ക്യൂഡ്. രക്ഷപ്പെടുന്നിടം വരെ
ഈ കാർഡുകൾ ഞാൻ തിരിച്ചും മറിച്ചും വായിച്ചുകൊണ്ടിരുന്നു. ഐ റെഡ് ദ കാർഡ്സ് ഓവർ ആൻഡ് ഓവർ ടു ഡിസ്ട്രാക്ട് മൈസെൽഫ് അണ്ടിൽ ഐ വാസ് റെസ്ക്യൂഡ്. ഞാൻ രക്ഷപ്പെട്ടു പോരുന്നിടം വരെ ഈ കാർഡ് ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.